So welcome back guys, welcome back to MalluDiscoveryTV and it's me Farhan bin Fazil here. ഇന്ന് super excited ആണ് ഒരു ക്യാമറ റിവ്യൂ ചെയ്യാൻ. ഇത് വെറും ഒരു ക്യാമറ അല്ല, ഇത് Insta 360 One X2. അപ്പോൾ എന്താണ് ഈ One X2? ഇതിനു മുമ്പ് ഞാൻ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായി, അതായത് Insta 360 One R'യുടെ. പക്ഷേ ഇത് അതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് മോഡൽ എന്ന് പറയാം, അല്ലെങ്കിൽ പോക്കറ്റ് സൈസ്. ആൻഡ് ദ സൈസ് നോക്കിയാൽ അത്രയും ചെറുതാണ്. എൻ്റെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊരു 360 ഡിഗ്രി ക്യാമറയാണ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പോയിൻ്റ് ആൻഡ് ഷൂട്ട് മാത്രമല്ല, നമുക്ക് അറ്റ് ദ സെയിം ടൈം ഫ്രണ്ടും കാണും, ബാക്കും കാണും, ടോപ്പും കാണും, താഴെയും കാണും. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ വീഡിയോയിൽ കൊള്ളിക്കാൻ പറ്റില്ല. അത്രയും ഞാൻ നോട്ട് ഔട്ട് ചെയ്ത് തരാം, ലിസ്റ്റ് ചെയ്ത് തരാം, പേജ് ഇങ്ങനെ നിറഞ്ഞ് കവറിയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മാക്സിമം ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാം. അതേപോലെ സ്റ്റുഡിയോൻ്റെ അകത്ത് നിന്ന് ജസ്റ്റ് ഇതിനെപ്പറ്റി ഫീച്ചേഴ്സ് പറയേണ്ട ഒരു ക്യാമറ അല്ല ഇത്. ഇത് നമുക്ക് ഔട്ട്ഡോർ കൊണ്ടുപോയി മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് ഒരു ഫൺ ക്യാമറയാണിത്. അപ്പോൾ മാക്സിമം നമുക്കിത് യൂട്ടിലൈസ് ചെയ്യണം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഇതിൻ്റെ പ്രൊഡക്റ്റ് ഓവർവ്യൂ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ അൺബോക്സിംഗ് ഒന്ന് കാണാം. ക്വിക്കായിട്ട് നമുക്ക് എന്തൊക്കെ ബോക്സിൽ ഉണ്ടെന്ന് കാണാം. കൂടുതൽ സമയം കാണിച്ചാൽ അത് ബോറടിപ്പിക്കുന്നില്ല. സോ നമുക്ക് ബോക്സിൻ്റെ അകത്ത് വരുന്നത് ആദ്യം തന്നെ Insta 360 One X2 തന്നെയാണ്. പിന്നെ ഒരു ചാർജിങ് കേബിളും ഒരു ബാറ്ററിയും അതുപോലെ തന്നെ ഒരു പൗച്ചുമാണ് കിട്ടുന്നത്. പിന്നെ ഒരു യൂസർ ഗൈഡുമാണ് വരുന്നത്. ബാറ്ററി വന്നിരിക്കുന്നത് 1630 mAh ആണ്. അതായത് കണ്ടിന്യൂസ് വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 90 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മണിക്കൂറോളം നമുക്ക് വീഡിയോ കിട്ടുന്നുണ്ട്. ഈ ഒരു 1.5 മണിക്കൂർ എന്ന് പറയുന്നത് 5.7K ഇതിൻ്റെ മാക്സിമം റെസൊല്യൂഷനിൽ റെക്കോർഡ് ചെയ്യുന്നതാണ്. ആൻഡ് നമ്മൾ 4Kയിൽ കൊണ്ടുവരാണെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും കുറച്ച് 1080 കൊണ്ടുവരാൻ അതിനനുസരിച്ച് നമ്മൾ ബാറ്ററി ലൈഫ് എക്സ്റ്റെൻഡ് ആവും. ഇതൊരു ആക്ഷൻ ക്യാമറയാണ്, വെറും ഒരു ആക്ഷൻ ക്യാമറ അല്ല, സൂപ്പർ ഫൺ ആക്ഷൻ ക്യാമറ എന്ന് പറയാം. കംപ്ലീറ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു സ്റ്റിക്കും കൂടി വാങ്ങേണ്ടതാണ്. അതായത് Insta 360യുടെ തന്നെ ഒരു സെൽഫി സ്റ്റിക്കും ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് ബുള്ളറ്റ് ടൈം. ഞാൻ ഇതിന് മുമ്പ് റിവ്യൂ ചെയ്ത Insta 360 One R'ൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ആ വടി എടുത്ത് കറക്കുമ്പോൾ കിട്ടുന്ന ഫൂട്ടേജസൊക്കെ. സോ അതിന് ബുള്ളറ്റ് ടൈം എന്നാണ് പറയുന്നത്. അതിനും വേറൊരു ചെറിയൊരു ട്രൈപോഡ് സ്റ്റൈൽ ഒരു പാക്കേജായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. സോ ഇതിൻ്റെ പർച്ചേസ് ലിങ്കും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഇത് 1 ഇയർ വാറൻറ്റി ഉണ്ട്, ഇന്ത്യൻ സപ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ ഓതറൈസ്ഡ് ഡീലേഴ്സ് ഉണ്ട്. എല്ലാത്തിൻ്റെ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആമസോണിൽ ഏകദേശം 41,500 രൂപയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ബട്ട് പ്രൈസ് മേ വാരി. സോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പോക്കറ്റ് സൈസാണ്. ജസ്റ്റ് പോക്കറ്റിൽ നിന്ന് എടുക്കുക, ബട്ടൺ വെക്കുക, റെക്കോർഡിംഗ് സ്റ്റാർട്ടറാണ്, കീപ്പ് ഓൺ ഗോയിങ്. അതായത് നമ്മളെ കയ്യിൽ നിന്ന് ഷെയ്ക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ക്യാമറ തിരിച്ചാണോ പിടിച്ചത്, മറിച്ചാണോ പിടിച്ചത്, ഹൊറിസോണ്ടൽ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് നമ്മളെ ക്യാമറ ആംഗിൾ എങ്ങനെയാകട്ടെ, നമ്മൾ ഓടട്ടെ ചാടട്ടെ, ഇതിനൊരു സ്റ്റെബിലൈസറിൻ്റെ അല്ലെങ്കിൽ ഗിംബലിൻ്റെ ഒരു ആവശ്യമില്ല. ഇതിനേക്കാൾ സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്ക് വേറെ എവിടെയും കാണാനും പറ്റില്ല. സോ നിങ്ങളുടെ പൊസിഷൻ എങ്ങനെ ഇരിക്കട്ടെ, ഓടുകയാണെങ്കിലും ചാടുകയാണെങ്കിലും ടോട്ടലി ഫോക്കസ്ഡ് ആണ്. അതായത് നിങ്ങൾ ക്യാമറയിൽ ഒരിക്കലും ഫേസ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ഫ്രെയിമിൻ്റെ അകത്ത് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവണമെന്ന് നിങ്ങൾ നോക്കണ്ട. സൂപ്പർ ട്രാക്കിംഗ് മോഡ് ഉണ്ട്. അതുപോലെ നിങ്ങൾ ജസ്റ്റ് പോക്കറ്റിൽ നിന്ന് എടുക്കുക, റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യുക ഇൻ സിമ്പിൾ വേർഡ്സ്. 6 ആക്സിസ് സ്റ്റെബിലൈസേഷനാണ് വരുന്നത്. അതായത് ഫ്ലോ സ്റ്റേറ്റ് ആണ് ഇവർ പേര് കൊടുത്തിട്ടുള്ളത്. ആൻഡ് 4 മൈക്കാണ് ഇതിൽ വരുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 360 സറൗണ്ടിങ് സൗണ്ട്സ് തന്നെ നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാം. ഒരു വശത്ത് മാത്രമല്ല, 4 വശത്താണ് ഇതിൻ്റെ സൗണ്ട്. ഞാനൊരു വ്ളോഗിങ് സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇത്രയും എക്സൈറ്റ്മെൻറ്റോടെ കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ യൂസ്ഫുൾ ആണോ അല്ലയോ എന്ന് ചിന്തിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്ളോഗിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമറയിലേക്ക് കംപ്ലീറ്റ്ലി വിശേഷിപ്പിക്കാൻ കഴിയില്ല. ബട്ട് ആസ് എ ഫൺ ക്യാം അല്ലെങ്കിൽ ഒരു 360 ക്യാം, കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ഫുട്ടേജസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു എക്സ്ട്രാ ക്യാമറ ആയിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങളെ പ്രൈമറി ക്യാമറയാക്കി മാറ്റാൻ പറ്റുമോ എന്നറിയില്ല. ഇപ്പം ഞാൻ ഇരുട്ടായില്ലേ, ഞാൻ മരത്തിൻ്റെ അണ്ടറിലുള്ളത്. സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഈ ഒരു ക്യാമറയിൽ നിന്ന് എടുത്തിട്ടുള്ള സാമ്പിൾ തന്നെയാണ്. 4 മൈക്ക് ഉള്ളത് കൊണ്ട് നിങ്ങൾ ക്യാമറ ഈ ഒരു പൊസിഷൻ ആണെങ്കിലും ഇതാണെങ്കിലും ഏതൊരു ആംഗിളിൽ പിടിക്കുകയാണെങ്കിലും നിങ്ങളെ വോയിസ് കറക്റ്റ്ലി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത്രയും വലിയ സ്റ്റിക്കിനെ ദൂരെ പിടിച്ച് വ്ളോഗ് ചെയ്യുമ്പോഴും എനിക്ക് ക്ലാരിറ്റി ആയിട്ട് എൻ്റെ വോയിസ് ഇതിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഒരു എക്സ്ട്രാ മൈക്കിൻ്റെ ആവശ്യമില്ല. കംപ്ലീറ്റ് ഈ ഒരൊറ്റ സംഭവം മതി നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി. സോ ഓക്കെ, ഇപ്പോൾ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് Insta 360 One X2യുടെ ക്യാമറയിൽ നിന്നാണ്. അതുപോലെ തന്നെ സാധാ വോയിസ്, അതായത് ശബ്ദം കൂട്ടിയിട്ടൊന്നല്ല സംസാരിക്കുന്നത്, സാധാ ഇതിൻ്റെ ഇൻബിൽറ്റ് മൈക്കാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. സോ എത്രത്തോളം ഇതിൻ്റെ ക്യാപ്ചറിങ് പവർ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. എന്തെങ്കിലും പറ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് Insta 360 One X2യുടെ ക്യാമറയിലാണ് 360 വ്യൂ. അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിക്ക് ലെങ്ത് കംപ്ലീറ്റ്ലി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 2 മീറ്റർ ഫുൾ എക്സ്റ്റെൻഡ് ആയിട്ടാണ്. യെസ്,
Okay, bye-bye. See you. ആ ഒരു വോയിസിൻ്റെ കാര്യം പറയുമ്പോൾ ആക്ച്വലി എന്നെ ഷോക്ക് ചെയ്തിട്ടോ. ഇത്രയും ക്ലാരിറ്റി ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, മറ്റൊരു എടുത്ത് പറയേണ്ട കാര്യം, ഇത്ര എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കുന്നത് ഇതിൻ്റെ ഫീച്ചേഴ്സ് കണ്ടിട്ട് തന്നെ കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് റിവ്യൂ ഇത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ എക്സൈറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു ക്യാമറ തന്നെയാണ്. ആൻഡ് ക്രിയേറ്റീവ് ഫ്രീഡം എന്ന് വെച്ചാൽ നമ്മളെപ്പോലത്തെ ക്രിയേറ്റേഴ്സിന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അത് ഫ്രെയിം ചെയ്യാനാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പോർട്രേറ്റിലാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അതെനിക്ക് പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ കഴിയും, യൂട്യൂബിൽ ഇടാൻ കഴിയില്ല. കാരണം യൂട്യൂബിൻ്റെ ലാൻഡ്സ്കേപ്പിൽ കൊണ്ടുവരണം, 16:9 റേഷ്യോ കൊണ്ടുവരണം. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആണെങ്കിൽ 9:16 കൊണ്ടുവരണം. പക്ഷേ നിങ്ങൾ ഇതിൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഷൂട്ട് നൗ ഫ്രെയിം ലേറ്റർ, അത്രേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ലിക്കേഷനിൽ 9:16 കൊണ്ടുവരണോ, അല്ലെങ്കിൽ 1:1 കൊണ്ടുവരണോ, അല്ലെങ്കിൽ 16:9 കൊണ്ടുവരണോ, എല്ലാം നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുന്നു. വെറും ഫ്രെയിമിങ് മാത്രമല്ല, നിങ്ങൾക്ക് ഏതൊരു പൊസിഷനിലാണ് ഈ ഒരു ക്യാമറ നോക്കേണ്ടത്. അതായത് 30ാമത്തെ സെക്കൻഡിൽ ബാക്കോട്ട് നോക്കണം, 40ാമത്തെ സെക്കൻഡിൽ ഫ്രണ്ടിൽ നോക്കണം, ഇത്ര സെക്കൻഡിൽ ടൈനി പ്ലാനറ്റ് ആകണം, ഇത്ര സെക്കൻഡിൽ വൈഡ് ആകണം, ഇത്ര സെക്കൻഡിൽ ജസ്റ്റ് ഫ്ലാറ്റ് ആകണം. ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീഡം തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ ഇത് മോഡിഫൈ ചെയ്യാം. ഇതെല്ലാം മോഡിഫൈ ചെയ്യാൻ മടിയാണെങ്കിൽ വിത്ത് എ സിംഗിൾ ബട്ടൺ അതെല്ലാം റീഫ്രെയിം, അതായത് AI യൂസ് ചെയ്ത് നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഒരു ആപ്ലിക്കേഷൻ പുഷ് ചെയ്യും. നിങ്ങൾ ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്താൽ മതി. സിമ്പിൾ ആസ് ദാറ്റ്. സോ അത്രയും എക്സൈറ്റ് ആയതുകൊണ്ട് അൺബോക്സ് ചെയ്ത ഉടൻ തന്നെ ഇതിൻ്റെ ഒരു ഫിസിക്കൽ ആസ്പെക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ബോത്ത് സൈഡ് 360 ക്യാമറ നമുക്ക് കാണാം. അതുപോലെ തന്നെ 4 മൈക്കിന് ഓൾറെഡി പറഞ്ഞു. ഒരു സ്പീക്കേഴ്സ് ലെഫ്റ്റ് സൈഡ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴെ തന്നെ ഒരു പവർ ബട്ടനും. ആൻഡ് റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് എന്ന് പറയാൻ കഴിയില്ല, കാരണം രണ്ട് സൈഡ് ഒരുപോലെയാണ്. അതിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റും. ഒരു ക്ലിപ്പ് ലോക്കിംഗ് ആണ് വരുന്നത് മെക്കാനിസം. ആൻഡ് ബാറ്ററി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1630 mAh ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെയാണ് SD കാർഡിൻ്റെ സ്ലോട്ടും വരുന്നത്, ക്യാമറയുടെ അകത്ത് തന്നെ. അതേപോലെ ഈ ഒരു ക്യാമറ 10 മീറ്റർ വരെ വാട്ടർ പ്രൂഫാണ്, അതായത് 33 ഫീറ്റ് വരെ. സോ ഈ ബോഡി തന്നെയാണ്, എക്സ്ട്രാ കേസിങ്ങോ അങ്ങനെയൊന്നും ആവശ്യമില്ല. ആൻഡ് മെമ്മറി കാർഡ് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടിരിക്കുന്നത് 64 GB എക്സ്ട്രീമാണ്, അതായത് വീഡിയോ റെക്കോർഡിങ് ഇതുപോലത്തെ ആക്ഷൻ ക്യാമറക്കൊക്കെ റെക്കമെൻഡ് എക്സ്ട്രീം മെമ്മറി കാർഡാണ്. സോ ആ ബാറ്ററി ഗാരേജിൻ്റെ തൊട്ട് മുകളിൽ തന്നെ നമുക്ക് USB Type-C കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇത് ഊരുമ്പോഴും ഇടുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു യെല്ലോ ഡോട്ട് എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന രീതിയിൽ ഇടുക. കാരണം ഇത് വാട്ടർ പ്രൂഫാണ്. കംപ്ലീറ്റ്ലി ലോക്ക് ചെയ്തെന്ന് കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. ആൻഡ് ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ഡിസ്പ്ലേയും സർക്കുലർ ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നി. നമുക്ക് റെഫറൻസിന് വേണ്ടി നമ്മളിപ്പോൾ സെൽഫി വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ കാണാനുള്ള ഒരു ഡിസ്പ്ലേ ഇവിടെ സർക്കുലർ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് താഴെ ക്യാപ്ചർ ബട്ടൺ, ഈ ഒരു ബട്ടണിൽ നമുക്ക് വീഡിയോ ക്യാപ്ചർ ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാം. അതിൻ്റെ തൊട്ട് താഴെ റെക്കോർഡ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒരു LED ലൈറ്റ്, അത് ബോട്ട് ചാർജിങ് ടൈമും അത് നമുക്ക് കളർ മാറുന്നത് കാണാം. റെഡ് മീൻസ് റെക്കോർഡിംഗ്, ബ്ലൂ മീൻസ് സ്റ്റാൻഡ് ബൈ. സോ ഞാൻ ഇത് വീട്ടിൻ്റെ അകത്ത് നിന്ന് ഇത് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ ഇതിന് മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുക ഇതും കൊണ്ട് ഓടാം, അല്ലെങ്കിൽ ഇതും കൊണ്ട് ചാടാം, അല്ലെങ്കിൽ ഇതും കൊണ്ട് തിരിച്ച് കളിക്കാം. പക്ഷേ അതുകൊണ്ടൊന്നും ഇത് ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ പുറത്തെത്തിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഇതും കൊണ്ട് ബാംഗ്ലൂരിൽ വണ്ടർലയിൽ പോയി. ഞാനും എൻ്റെ ഫ്രണ്ട്സും പോയി. സോ ആകാശത്തേക്ക് പറക്കുന്നത് വരെ ഇതിനെയും കൊണ്ട് ഞാൻ പോയി. അതിൻ്റെ ഫുട്ടേജസാണ് നിങ്ങൾ ആദ്യം കുറച്ച് കണ്ടത്, പിന്നെയും കാണാനുണ്ട്, ഞാൻ എല്ലാം കാണിച്ചു തരാം. സോ അത്രയും എക്സൈറ്റ്മെൻറ്റ് സ്ഥലത്ത് പോയിട്ടും ഇതിന് ഒരനക്കമില്ല. ഷേക്കിംഗ്, സ്റ്റെബിലൈസേഷൻ അറ്റ് എ പീക്ക്. സോ ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ടച്ച് ഡിസ്പ്ലേ ആണ്. നമ്മൾ സൈഡിൽ നിന്ന് വലിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗാലറി ഓപ്പൺ ആവും. റൈറ്റ് സൈഡിൽ വലിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മോഡ്സ് ഉണ്ടാവും. അതായത് ഫോട്ടോസിൽ സ്റ്റാൻഡേർഡ് HDI ബേസ്റ്റ് മോഡ്, അതേപോലെ തന്നെ ടൈമർ, നൈറ്റ് ഷോട്ട്, അതായത് സൂപ്പർ നൈറ്റ് ഷോട്ട് അവൈലബിൾ ആണ്. ഡാർക്കൊക്കെ നമുക്ക് നല്ല വെളിച്ചത്തോടെ നമുക്ക് സിറ്റി ലാൻഡ്സ്കേപ്പ് ഒക്കെ എടുക്കാൻ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാം. ആൻഡ് വീഡിയോ മോഡ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഉണ്ട്, HDR, ടൈം ലാപ്സ്, ടൈം ഷിഫ്റ്റ്, അതിനൊക്കെ സാമ്പിൾസ് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. ബുള്ളറ്റ് ടൈം ഒരു എന്താ പറയുക, വേറെ ലെവലായിട്ട് ഉണ്ടാവും. പക്ഷേ ബുള്ളറ്റ് ടൈം വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ബുള്ളറ്റ് ടൈം സ്റ്റിക്ക് വേണം. നമ്മൾ ജസ്റ്റ് സ്റ്റിക്ക് അറ്റാച്ച് ചെയ്തിട്ട് കറക്കുന്നതിനാണ് ബുള്ളറ്റ് ടൈം എന്ന് പറയുന്നത്. എനിക്കൊരു ഡ്രീമായിരുന്നു ഒരു ഡ്രോൺ യൂസ് ചെയ്യണമെന്ന്. പക്ഷേ ഡ്രോണിൻ്റെ ഒരു പ്രോബ്ലം ഇവിടെ ഇത് സോൾവ് ചെയ്ത് തന്നു. കൈൻഡ് ഓഫ് നമ്മൾ കുറച്ച് ഹൈറ്റിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് 360 നമ്മൾ ടൈനി പ്ലാനറ്റ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഡ്രോണിനെ ഫേക്ക് ചെയ്തിട്ട് തന്നെ ഈ ഒരു ക്യാമറ മാറ്റും. സോ ആ ഒരു ഡ്രീമും എനിക്ക് ഇതുകൊണ്ട് സാധിച്ചു. ഇനി അടുത്തത് ലോക്കിൻ സ്റ്റെബിലൈസേഷൻ ആണ് നേരത്തെ പറഞ്ഞത്. അതായത് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ തന്നെ എന്ന് പറയാമെങ്കിൽ എനിക്ക് ക്യാമറ എടുക്കുന്ന ആളെയും എടുക്കുക, അതുപോലെ തന്നെ സൈഡിലും ലെഫ്റ്റും റൈറ്റിലും ഒക്കെ എടുക്കുക. പക്ഷേ അതല്ല, ഞാൻ ഇപ്പോഴൊന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു ക്യാമറ ഞാൻ നേരെ തിരിച്ച് പിടിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച്, അല്ലെങ്കിൽ ഞാനിത് ഇങ്ങനെ കറക്കുകയാണ്. പക്ഷേ ഞാൻ അനങ്ങുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. കാരണം ഈ ക്യാമറ ആ ഒരു രൂപത്തിലാണ് വന്നത്. നിങ്ങളുടെ പൊസിഷൻ എങ്ങനെയാവട്ടെ, നിങ്ങളുടെ വീഡിയോ എന്തായിരിക്കും, സ്ട്രെയിറ്റ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ മറ്റൊരു എക്സൈറ്റ്മെൻറ്റ് പാർട്ട്. ആക്ച്വലി ഈ ഒരു ക്യാമറ വർക്ക് ചെയ്യുന്നത് ഇപ്പോഴത്തെ രണ്ട് സൈഡിലും ക്യാമറ വീഡിയോ എടുത്ത് ഫൂട്ടേജ് എടുത്ത് അത് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു സെൽഫി സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോയിലുള്ള ഈ സ്റ്റിക്ക് ഉണ്ടല്ലോ ഇൻവിസിബിൾ ആയിരിക്കും. ഒരു അത്ഭുതം പോലെ തന്നെയാണ് എനിക്ക് ആദ്യം ഫീൽ ചെയ്തത്. അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ എൻ്റെ സ്റ്റിക്ക്, ഞാൻ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റിക്ക് നിങ്ങൾ കാണുന്നുണ്ടാവില്ല, കംപ്ലീറ്റ്ലി ഇൻവിസിബിൾ ആയിരിക്കും. ഒരു
എന്താ പറയുക, എനിക്ക് നോ വേർഡ്സ് ഫോർ ദിസ് ഫീച്ചർ. എനിക്ക് ആദ്യം എന്താ പറയുക ഭയങ്കര അത്ഭുതമായി തോന്നി. ഓൾറെഡി ഞാൻ ഒരു ക്യാമറയിൽ ചെയ്തതാണ്, എന്നാൽ ഇതിൽ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ആയത് ഇപ്രാവശ്യത്തെ ഇൻവിസിബിൾ സ്റ്റിച്ചിങ് മെത്തേഡ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് സ്റ്റിക്കിയുടെ ഒരു ട്രേസ് പോലും കാണുന്നില്ല. നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ബോത്ത് ആൻഡ്രോയിഡിലും അല്ലെങ്കിൽ ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ വൈഫൈ വഴിയും ചെയ്യാം, അതുപോലെ തന്നെ കേബിൾ വഴിയും ചെയ്യാം. ജസ്റ്റ് കണക്ട് ചെയ്താൽ തന്നെ നമുക്ക് വൈഫൈ ഡിസ്പ്ലേ അവൈലബിൾ ആണ്. നമ്മളെ ക്യാമറ എന്താണോ കാണുന്നത് അത് നമ്മളെ മൊബൈൽ ഡിസ്പ്ലേയിൽ കാണിക്കുന്നതാണ്. കംപ്ലീറ്റ്ലി ഫ്രീഡം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം ഇതിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റോറി ലാബ്സ് ഉണ്ട്. ഇതിൽ ഓൾറെഡി പ്രീ സെറ്റ് ചെയ്ത് വെച്ച ഒരുപാട് സ്റ്റോറീസ് ഉണ്ടാവും. അത് നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്ത് അവർ ഔട്ട്പുട്ട് തരും. ഇത് എങ്ങനെ ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ തന്നെ ട്യൂട്ടോറിയൽ ഉണ്ടാവും. അത് വാച്ച് ചെയ്തിട്ട് അതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. ഇവർ ജമ്പ് ചെയ്യാൻ പറയുമ്പോൾ ജമ്പ് ചെയ്യുക, ക്യാമറ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകാൻ തന്നെ കൊണ്ടുപോകുക. ഫൈനലി ഓക്കെ അടിക്കുമ്പോൾ അതിൽ എഡിറ്റ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇപ്പോൾ പറഞ്ഞത് ജസ്റ്റ് എനിക്ക് 50% എന്നേ പറയാൻ പറ്റും. നിങ്ങളിത് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ഫ്രീഡം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. വീണ്ടും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇത്തിരി എക്സൈറ്റഡ് ആണെങ്കിലും ഇതിൻ്റെ മോശമായ കുറച്ച് വശങ്ങളും എനിക്ക് പറയാനുണ്ട്. അതായത് ഇത്രയും നല്ല കാര്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെതായ അതർ സൈഡും ഉണ്ടല്ലോ. അതും കൂടി ഈ വീഡിയോയിൽ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ ബുള്ളറ്റ് ടൈം ഒന്നുമില്ല. ഈ ഒരു സ്റ്റിക്ക് സൈഡിൽ കൊടുക്കുകയാണെങ്കിൽ ഇത് സെൽഫി സ്റ്റിക്കാണ് വരുന്നത്. അതേപോലെ തന്നെ ഇത് ബുള്ളറ്റ് ടൈം സ്റ്റിക്കാണ്. ഇവിടെ തന്നെ നമുക്ക് ട്രൈപോഡും വരുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ഒരു ഇത് ചെയ്യാം. അതേപോലെ ലൂസ് ചെയ്ത് മാറ്റുകയാണെങ്കിൽ നമ്മളിത് നടുക്ക് വെച്ച് ഈ ഒരു പൊസിഷനിൽ കറക്കി കഴിഞ്ഞാൽ എന്താവും, നമുക്ക് ബുള്ളറ്റ് ടൈം ഫുട്ടേജ് കിട്ടും. അത് എന്താ പറയുക, ഫ്രണ്ട്സൊക്കെ കൂടി നിൽക്കുകയാണെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് തന്നെ അതിൽ നിന്ന് കിട്ടും. സിംഗിൾ ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാം. 360 അല്ല, അത് ഒരു സമയം തന്നെ ഫ്രണ്ട് വ്യൂ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാമറ യൂസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. 360 സ്റ്റിച്ചിങ് ഒഴിവാക്കാൻ വേണ്ടി, പ്രോസസ്സ് സ്പീഡാക്കാൻ വേണ്ടി നമുക്ക് ഒരു സാധാ ആക്ഷൻ ക്യാമറ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അത് നമുക്ക് 1440 പിക്സൽ, അതായത് 1080യേക്കാൾ മുകളിൽ നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യാം. ഇതിൻ്റെ റെസൊല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാക്സിമം 5.7K ആണ് 360 ഡിഗ്രി വരുന്നത്. അത് 30 ഫ്രെയിം പെർ സെക്കൻഡിലും 24ലും കഴിയും. ആൻഡ് 4K ഒക്കെ ആണെങ്കിൽ നമുക്ക് 50 ഫ്രെയിം പെർ സെക്കൻഡ് വരെ നമുക്ക് മാക്സിമൈസ് ചെയ്യാം. 3K ഒക്കെ ആണെങ്കിൽ 100 ഫ്രെയിം പെർ സെക്കൻഡ് വരെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇത് ഓപ്ഷൻസ് ആണ് ഇതിൽ വരുന്നത്. അതേപോലെ ഇതിൻ്റെ താഴെയാണ് 1/4 ഇഞ്ച് സ്ക്രൂ ഹോൾ വരുന്നത്. അവിടെ നമുക്ക് ട്രൈപോഡോ അല്ലെങ്കിൽ സെൽഫി സ്റ്റിക്കോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് തിരിച്ച് കയറ്റാൻ പറ്റും. ഈ ഒരു ചെറിയ സ്റ്റിക്കും നമുക്ക് എന്ത് ചെയ്യാം, വ്ളോഗിങ്ങിനായിട്ട് യൂസ് ചെയ്യാം. ഇതിലൊരു സാമ്പിളും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചെറിയൊരു സ്റ്റിക്ക് ഉണ്ടോ അതിലൂടെ തന്നെയാണ്. നമ്മൾ ചെറിയ സ്റ്റിക്കാണെങ്കിൽ ഇത്രയും വൈഡ് കവറേജ് കിട്ടും. അതായത് ഇതിൻ്റെ മെയിൻ ഫെസിലിറ്റി എന്ന് പറയുന്നത്. ചെറിയ സ്റ്റിക്കാണെങ്കിൽ നമ്മൾ ആവശ്യങ്ങൾ തീരും. അതേപോലെ തന്നെ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 360 ഡിഗ്രി അല്ല, 150 ഡിഗ്രിയാണ്. അതായത് ഈ ക്യാമറ മാത്രമാണ്, ബാക്കിലുള്ള ക്യാമറ ഇപ്പോൾ വർക്കിംഗ് അല്ല. സോ നമുക്ക് സാധാ വ്ളോഗിങ് യൂസേജിനും ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ആൻഡ് നമുക്കിതിൻ്റെ കുറച്ച് കുറവായ വശങ്ങൾ, എനിക്ക് ബുദ്ധിമുട്ടുള്ള വശങ്ങളും കൂടി കവർ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫേസ് ചെയ്ത ഇഷ്യൂസ് എന്ന് വെച്ചാൽ, നമുക്ക് ഇതൊരു മെയിൻ ക്യാമറ ആക്കാൻ പറ്റുമോ, ഒരു വ്ളോഗിങ് ക്യാമറ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം. അതായത് ഇത് 360 ഫുട്ടേജാണ് ഇതിൽ കിട്ടുക. 360 അല്ല 150 ആണെങ്കിൽ ഓക്കെ, കംപ്ലീറ്റ്ലി ഫൈൻ. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വീഡിയോ എടുക്കാം, അത് മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, എഡിറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ 360 ഡിഗ്രി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക 360 ഫോർമാറ്റിലാണ്. അതാദ്യം ഇവരുടെ Insta 360 ആപ്ലിക്കേഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ റീഫ്രെയിം ചെയ്യാം. നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ചതുപോലെ നിങ്ങൾക്ക് ഏത് സെക്കൻഡിൽ ഏതാണോ കാണേണ്ടത് നിങ്ങൾക്ക് അപ്ലിക്കേഷന് വിട്ടെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ റീഫ്രെയിം ചെയ്യുക. അപ്പോൾ നിങ്ങളടുത്ത് ഇപ്പോൾ ഞാൻ ഇന്നലെ വണ്ടർലയിൽ പോയിട്ട് ഏകദേശം 70 വീഡിയോ എടുത്തു. 360 ഡിഗ്രീൻ്റെ വീഡിയോ എടുത്തപ്പോൾ എനിക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റിയ സമയം, അതായത് ഓരോ വീഡിയോ എടുത്ത് അത് റീഫ്രെയിം ചെയ്ത് അത് ഓരോന്നും 1 by 1 എനിക്ക് എക്സ്പോർട്ട് ചെയ്യണം. സോ അതിൻ്റെ ടൈം കൺസപ്ഷൻ വളരെ അധികമാണ്. അതായത് 360 ആദ്യം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് അത് റീഫ്രെയിം ചെയ്ത് അത് എക്സ്പോർട്ട് ചെയ്യണം, ഫ്ലാറ്റ് ആക്കണം. സാധാ MP4 നമ്മളെ മൊബൈലെല്ലാം കാണുന്ന വീഡിയോ ഫ്ലാറ്റ് ആണല്ലോ, ഫ്ലാറ്റിലേക്ക് മാറ്റണം. അപ്പോൾ 100 വീഡിയോ ഉണ്ടെങ്കിൽ 100 പ്രാവശ്യം ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ഓരോന്നായി ചെയ്യണം. അത് 360 മാത്രമുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ ഫ്ലാറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ 150 ഡിഗ്രിയിൽ എടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നമില്ല. അപ്പോൾ 360യിൽ ഈ ഒരു ടൈം പ്രോസസ്സ് വളരെ അധികമാണ്. അതാണ് എനിക്ക് ആകെ തോന്നിയ ഒരു വലിയ പോരായ്മ. മറ്റൊരു പോരായ്മയായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, എന്നാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ലെൻസ് വരുന്നത് പുറത്തേക്ക് ഒരുപാട് തള്ളിയിട്ടാണ്. അതായത് നമ്മൾക്ക് ഈ ക്യാമറ എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ്ലി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ ലെൻസ് കംപ്ലീറ്റ്ലി നിലത്ത് മുട്ടും. സോ സ്ക്രാച്ച് വരും. അതിന് ലെൻസ് പ്രൊട്ടക്ടർ കിട്ടും. ഒരുപാട് ഗിയേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ പ്രൊട്ടക്റ്റീവ് കേസ് അവൈലബിൾ ആണ്, ലെൻസ് പ്രൊട്ടക്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ ഓരോന്നിനും ഇതിൻ്റെ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. എന്തൊക്കെയോ ഇതിന് ആക്സസറീസ് അവൈലബിൾ ആണ്. പക്ഷേ പെട്ടിയിൽ നമുക്ക് ആകെ കിട്ടുക ഇപ്പോൾ ഞാൻ പറഞ്ഞ സാധനങ്ങളാണ്. സോ ലെൻസ് വളരെ സൂക്ഷിക്കുക. ഏത് സമയവും സ്ക്രാച്ച് വരാൻ ചാൻസ് ഉള്ള ഒരു ഐറ്റം, കാരണം അത്രയും പുറത്ത് വരാൻ. അത് പോരായ്മയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, കാരണം 360 ലെൻസ് ഇങ്ങനെ മാത്രമേ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. സോ ഇതിൻ്റെ ക്യാമറ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നതുകൊണ്ട് എന്താ ചെയ്യുക, സൂക്ഷിക്കുക. എവിടെയും കൊള്ളുകയാണെങ്കിൽ സ്ക്രാച്ച് വരും. ഇപ്പം എൻ്റെ കൊണ്ടു സ്ക്രാച്ച് ഒന്നും വന്നില്ല. അതേപോലെ തന്നെ ഈ ഒരു വ്യൂവിലും കൂടി പറ്റും. അതായത് പിക്ചർ ഇപ്പോൾ ബാക്ക് സൈഡ് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അറ്റ് ദ സെയിം ടൈം
ഒരു സ്ക്രീന് താഴെയുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറ പോലെ നമുക്ക് 2 സ്ക്രീനും ഒരേപോലെ കണ്ടിട്ട് വ്ലോഗ് ചെയ്യാം. ഇപ്പോൾ 1440 പിക്സലിൽ ഫ്രണ്ട് ക്യാമറ അല്ലെങ്കിൽ 150 ഡിഗ്രിയിലാണ് ഇപ്പോൾ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം എനിക്ക് എൻ്റെ സ്ക്രീൻ കാണാം, എന്താണ് എൻ്റെ ഫ്രെയിമിലുള്ളത് കാണാം. 360 ഡിഗ്രി അല്ല ഇപ്പോൾ. അപ്പോൾ നമുക്ക് പിന്നീട് സ്റ്റിച്ച് ചെയ്യേണ്ടയോ അല്ലെങ്കിൽ റീഫ്രെയിം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണോ ഒരു ആക്ഷൻ ക്യാമറ യൂസ് ചെയ്യുക ആ ഒരു കണ്ടീഷനിൽ നമുക്കിത് യൂസ് ചെയ്യാം. സോ ഇതൊരു 360 ക്യാമറ മാത്രമല്ല, സിംഗിൾ പർപ്പസ്, അതായത് 150 ഡിഗ്രിയിലേക്ക് കൂടി നമുക്ക് ഫുട്ടേജ് എടുക്കാവുന്നതാണ്. അതെ, ഈ ഒരു രീതിയിൽ നമുക്ക് വ്ലോഗ് ചെയ്യാം. സോ കോപ്പിറൈറ്റ് അടിക്കോ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വരുന്നുണ്ട്. സോ നേരത്തെ വ്ലോഗ് ചെയ്തത് ഈ സ്റ്റിക്ക് കംപ്ലീറ്റ്ലി എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ്. എക്സ്റ്റെൻഡ് ചെയ്യാതെ ഈ ഒരു ആംഗിൾ ജസ്റ്റ് എത്ര പറയുക 1 ഫീറ്റ് ആ ഒരു ആംഗിൾ നമ്മൾ വീഡിയോ വ്ലോഗ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ കവറേജ് എന്നാണ് നിങ്ങൾ കാണുന്നത്. സോ നമ്മൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ്ലി സൂം ഔട്ട് ചെയ്യാം, സൂം ഇൻ ചെയ്യാം, ആൻഡ് അതർ സൈഡ് എല്ലാ സമയവും ഏത് സമയം നമുക്ക് വേണ്ട ആംഗിളിൽ കാണിക്കാം. അതുപോലെ നിങ്ങളിപ്പോൾ കാണുന്നതൊക്കെ X2 ഫുട്ടേജസ് തന്നെയാണ് കേട്ടോ. ഇത് ഒരുപാട് ദൂരമൊന്നും പിടിക്കേണ്ട, ഏകദേശം ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എൻ്റെ ഫേസിൽ നിന്ന് ഞാൻ പിടിച്ചിട്ടുള്ളത്. എന്നാലും എനിക്ക് വൈഡായിട്ടേ കിട്ടുന്നുണ്ട്, അതായത് കംപ്ലീറ്റ് 150 ഡിഗ്രി കിട്ടുന്നുണ്ട്. ഇത്ര ഡിസ്റ്റൻസ് ഞാൻ വെച്ചിട്ടുള്ളൂ. ഒരുപാട് ഡിസ്റ്റൻസ് വെക്കുകയാണെങ്കിൽ നല്ല വൈഡായിട്ട് കിട്ടും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ കാണുന്നത് പെയ്ഡ് റിവ്യൂ ഒന്നല്ല. കമ്പനി എനിക്ക് പ്രൊഡക്റ്റ് അയച്ചു തന്നു, ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. സോ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടത് നിങ്ങളെ പർച്ചേസ് ചെയ്യിപ്പിക്കണമെന്നല്ല, ഇതിൻ്റെ ഫീച്ചേഴ്സ് കംപ്ലീറ്റ് നിങ്ങളെ അറിയിക്കണമെന്നാണ്. സോ പർച്ചേസ് ചെയ്യുക, നിങ്ങൾക്കിത് ബെനിഫിഷ്യൽ ആവോ അല്ലെങ്കിൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവോ എന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ പർച്ചേസ് ചെയ്യുക. ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. അതായത് നിങ്ങളൊരു മോട്ടോ വ്ളോഗർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ പർച്ചേസ് ചെയ്യാം. അല്ലാതെ നിങ്ങളൊരു വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളെ പ്രൈമറി ക്യാമറ ആയിട്ട് നിങ്ങൾക്ക് ഈ ക്യാമറ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു എക്സ്ട്രാ ക്യാമറ, ആസ് എ ഫൺ ക്യാമറ, എക്സെട്ര. മോട്ടോ വ്ളോഗിങ്ങിനൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ്. നിങ്ങൾ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ ഘടിപ്പിക്കുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ഫുട്ടേജസ് കിട്ടും. സാധാ ഒരു ആക്ഷൻ ക്യാമറ അല്ലാതെ, സിംഗിൾ വ്യൂ അല്ലാതെ മൾട്ടി വ്യൂവും അതേപോലെ തന്നെ ഒരു എക്സ്ട്രാ അനുഭവമായിരിക്കും മോട്ടോ വ്ളോഗിന് ഈ ഒരു ക്യാമറ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ എല്ലാം നിങ്ങളെ സ്കിൽ സെറ്റ് പോലെയാണ്. ഇത് കംപ്ലീറ്റ് ഫ്രീഡം. നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നിങ്ങളുടെ സ്കില്ല് പോലെ പല ഇൻട്രസ്റ്റിംഗ് ഫുട്ടേജസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വിട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഫ്രെയിം സെറ്റിങ്ങും കാര്യങ്ങളും എല്ലാം. അപ്പോൾ നിങ്ങൾക്കിത് കാറിൽ ഘടിപ്പിച്ചിട്ട് അങ്ങനെ ഒരു ആക്ഷൻ ഫുട്ടേജസ് എടുക്കാം, അല്ലെങ്കിൽ എക്സെട്ര. എനിക്ക് തന്നെ അറിയില്ല, കാരണം എനിക്ക് അത്രയും ഇതിനെക്കൊണ്ട് സ്കില്ല് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരുപാട് ക്രിയേറ്റീവ് ഷോർട്സൊക്കെ ഞാൻ യൂട്യൂബിൽ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, മറ്റ് ക്യാമറകൾക്കൊന്നും എടുക്കാൻ പറ്റാത്ത കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ഫുട്ടേജസ് ഈ ഒരു ക്യാമറയ്ക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. മെയിൻ ക്യാമറ ആയിട്ട് എൻ്റെ സോണിയുടെ ക്യാമറ ഉണ്ട്. ഇത് ഒരു ഫൺ ക്യാമറ, അല്ലെങ്കിൽ എൻ്റെ കംപ്ലീറ്റ് വീഡിയോൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ആക്ഷൻ ഫുട്ടേജ് 1 മിനിറ്റ് അല്ലെങ്കിൽ 50 സെക്കൻഡ് ഒരു വീഡിയോസ് ഇടണമെങ്കിൽ എനിക്ക് ഈ ഒരു ക്യാമറ യൂസ്ഫുൾ ആവും. ആ ഒരു രീതിയിൽ എനിക്ക് ഈ ക്യാമറ യൂസ് ചെയ്യാം. കംപ്ലീറ്റ് ഒരു വ്ളോഗിങ് ക്യാമറ ആയിട്ട് എടുക്കാൻ എനിക്ക് ടൈം പ്രോസസ്സ് ഒരുപാട് ഇത് ടേക്ക് ചെയ്യുന്നുണ്ട്. അതെന്തായാലും എനിക്ക് പറ്റില്ല. സോ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് 50% എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം കംപ്ലീറ്റ് കാണിച്ച വീഡിയോ ചിലപ്പോൾ 1-2 മണിക്കൂറിലേക്ക് പോകും. അത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. കാരണം ഈ ഷോർട്ട് ലാബിലുള്ള ഷോർട്സ് എന്തൊക്കെയോ ഉണ്ട്. അതായത് നമ്മളൊരു സിറ്റിയിൽ നിന്ന് മറ്റേ സിറ്റിയിലേക്ക് ചാടുന്ന സംഭവം, അതുപോലെ തന്നെ നമ്മളെ ഫോളോ ട്രാക്കിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കംപ്ലീറ്റ് വീഡിയോയിൽ ആ ഒബ്ജക്റ്റിൻ്റെ ബാക്കിലെ ഈ ഒരു വീഡിയോ ഫോളോ ചെയ്യും. അതായത് ഫ്രെയിം ഫോളോ ചെയ്യും. നമുക്ക് പിന്നീട് എഡിറ്റ് ചെയ്യുമ്പം ഒരുപാട് പണിയൊന്നുമില്ല. നമ്മൾ ഇന്ന് അധികം വൈറലായ ടിക്ടോക്ക് വീഡിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോ കണ്ടിട്ടില്ല, ആ ഡ്രോണിൻ്റെ ആ ഡാൻസ്, അതൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്തത് വെച്ചാൽ ഈ ഒരു വീഡിയോ എടുത്തു, അതിനുശേഷം എൻ്റെ ബാക്ക് എന്ത് ചെയ്തു, കംപ്ലീറ്റ്ലി ട്രാക്ക് ചെയ്തിട്ട് നമ്മൾക്ക് ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റി. അതുപോലെ തന്നെ ഓടുന്ന ഷോട്ട്, ചാടുന്ന ഷോട്ട്, പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ചുള്ളത്. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അൺടിൽ നെക്സ്റ്റ് ടൈം. അതേപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ നെന്നത്തൊരു ചെറിയ ക്യാമറ കണ്ടിട്ടുണ്ടാവും, ചെറിയ വൈറ്റ് ക്യാമറ. അത് ഇവരുടെ ക്യാമറ തന്നെയാണ്, Insta 360 Go 2. അതിൻ്റെ റിവ്യൂ കൂടി ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതും ഇതിനേക്കാൾ കൂടുതൽ എക്സൈറ്റിംഗ് സംഭവമാണ്. വളരെ ടൈനിയാണ്, ജസ്റ്റ് ഒരു ചെറിയ വിരലിൻ്റെക്കാളും ചെറിയൊരു ക്യാമറയാണ്. അതും Insta 360യുടെ തന്നെയാണ്. ഉടൻ റിവ്യൂ വരുന്നതാണ്. അൺടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ ഫർഹാൻ ബിൻ ഫസിൽ ഹിയർ, സൈനിങ് ഔട്ട്. ടേക്ക് കെയർ ഗൈസ്.